നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകർക്ക് നേരെ ജി സുധാകരൻ MLA അധിക്ഷേപ പരാമർശം. ചൊറിഞ്ഞ് ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ മറുപടി പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ജി സുധാകരൻ MLA പ്രതികരണം. താൻ കൈരളി TVയിൽ വരുന്നതിന് മുൻപ് ഒരു വർഗീയവാദി അല്ലായിരുന്നോടോ എന്ന ചോദ്യമാണ് കൈരളി മാധ്യമ പ്രവർത്തകനോട് സുധാകരൻ ചോദിച്ചത്. അതിന് കൃത്യമായ മറുപടി മാധ്യമപ്രവർത്തകൻ പറയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം തിരിച്ചു പറയുകയായിരുന്നു. എല്ലാ മാധ്യമപ്രവർത്തകരോടുമല്ല, ഇത്തരത്തിൽ ചൊറിഞ്ഞ ചോദ്യം ചോദിക്കുന്ന ആർക്കു നേരെയും ഞാൻ ഇങ്ങനെ മറുപടി പറയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ പോലെ ഇവിടെ വന്ന് വിളയാടാൻ നിൽക്കണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. നിങ്ങൾ വേറെ ജോലി വല്ലതും നോക്കാൻ ഇലക്ഷന് ഫണ്ട് പിരിക്കുന്ന അഴിമതികാരമാണ്. ഞാൻ ആദ്യമായിട്ട് കരുതുക. നിങ്ങൾ എവിടെയാ പറയുന്നത്? ഇലക്ഷന് ഫണ്ട് പിരിച്ചത് സങ്കല്പിക്കുക, അഴിമതികാരമാണ്. ഞാനെന്താ എസ്സലാമിന്റെ കാര്യം എന്നോട് നിങ്ങൾ എന്തിനാ അയാളുടെ കാര്യം ഇടക്കിടക്ക് എന്നോട് ചോദിക്കേണ്ടത്? ആണോ? ഇവിടെ പറഞ്ഞു മുൻ MLA ആണ്. ഇതൊക്കെ ഏറ്റു പറയുന്ന ഈ പത്രലേഖകന്മാരെ എന്താ പറയാ? ഇതൊക്കെ സുബുദ്ധിയുള്ളവരല്ലേ? ഷാജഹാൻ പിന്നെ അതിന്റെ ആളാ, കൈരളിയാ. പുള്ളിക്കത് ചോദിക്കാൻ പറ്റും. അത് പിന്നെ പോട്ടെ. മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? എനിക്ക് നിലപാട് മാറ്റാൻ പറ്റത്തില്ല സാറേ. പോയി വല്ല പണിയും നോക്കണോ? താൻ പോയി വല്ല താൻ കൈരളി വരുന്നവനും ഒരു വർഗീയവാദി അല്ലായിരുന്നു. താൻ പോടോ, തന്റെ പാട്ടിന് പോ. താൻ പോവാൻ പറഞ്ഞ താൻ പൊക്കോളാൻ പറഞ്ഞില്ല പാർട്ടിക്കാരന്. ഇയാൾ എന്തുവാ പ്രസംഗിക്കുന്നത്? ഇതാണോ പത്രക്കാരുടെ? ഞാൻ സംസാരിച്ചല്ലോ, താനാ സംസാരിച്ചത്. ഇയാൾക്ക് എന്താ വേണ്ടത്? പഴക്കോട്ടൊക്കെ വന്നിരിക്കുക ബലേ നല്ല അവിടെ കാണിച്ച ഫോക്കസ് തന്നെ ഇവിടെ കാണിച്ചാലുണ്ടല്ലോ. താൻ പത്രലേഖനാ, ഓർത്തോണം. ഇപ്പൊ പറഞ്ഞല്ലേ, പിന്നെന്താ പറഞ്ഞത്? ഇതുമായിട്ട് ബന്ധം. ഉച്ചഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചോ? താൻ എന്നോട് ചോദിച്ചില്ലല്ലോ. താൻ കമന്റ് അടിച്ചല്ലേ ചെയ്ത്. താൻ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം എന്തോന്ന് ചോദിച്ചില്ലല്ലോ. ഒരു കാര്യം പറയാം, എന്റെ അടുത്ത് വന്നേക്കരുത്. മേലാൽ എന്റെ അടുത്ത് വന്നേക്കരുത്. തനിക്ക് ഇഷ്ടമുള്ള ഇരിക്കും. താൻ MLA, തന്റെ MLA ഒന്നുമല്ല ഞാൻ. തന്റെ MLA അല്ല, അമ്പലപ്പുഴ MLA തന്റെ ഔദാര്യമാണ്. നിങ്ങൾ വോട്ട് ചെയ്തെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വോട്ട് ചെയ്താലാണ് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? വേണ്ട ഷാജഹാനെ, വേറെ വല്ല പണിയും പോയി നോക്കിയല്ലേ. ഏജൻസി പണിയൊന്നും വേണ്ട. കാര്യമായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും. നിർത്തി, നിങ്ങളുമായിട്ടുള്ളത് നിർത്തി. നിങ്ങൾ അതുകൊണ്ട് സലാമിന്റെയും അല്ലോ പിന്നെ ഒന്നും പേരെ എന്നോട് ചോദിക്കണ്ട. ഞാൻ അതൊന്നും പറയാൻ പാടില്ല സാറിന്. വേറെ വല്ലതുകൊണ്ട് ചോദ്യം. സാറേ, കഴിഞ്ഞ ദിവസം സാറിന്റെ പ്രസംഗത്തിൽ സാറ് പറഞ്ഞതായിട്ട് പറഞ്ഞു വരുന്ന ഒരു സാധനം, ഈ ഭക്ഷണം വിതരണം, അത് വെറുതെയാണ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മറ്റെല്ലാ മെഡിക്കൽ കോളേജുകളും ഭക്ഷണം പാചകം ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് വെളിയിലാണ്. മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ആരും പാചകമൊന്നും ചെയ്യാറില്ല. മാനൂർ ഭരിച്ചിട്ട് ഓരോ കക്ഷിക്കാരും തമ്മിൽ പറഞ്ഞു അത് പാടില്ല. വെളിയിൽ ഭക്ഷണം പാചകം ചെയ്യണം. അവിടെ വന്നാൽ അവിടെ വാങ്ങും, ഇല്ലെങ്കിൽ അവർക്ക് കൊണ്ടും കൊടുക്കാൻ ഭക്ഷണമില്ലാണ് ഞാൻ പറഞ്ഞത്. അത് വേറൊരു തരത്തിൽ എഡിറ്റ് ചെയ്താരോ കൊടുത്തതാണ്. ഞാൻ പറഞ്ഞതല്ല. ഭക്ഷണം കൊടുക്കണം ആരെങ്കിലും പറയുമോ? നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞു. അപ്പൊ അത് ആരോ ചെയ്തതാണ്. ഞാൻ പറഞ്ഞ ഇതാണ്, മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ട് മുഴുവൻ അവിടെ ഷെഡും കെട്ടിയിട്ട് പാചകം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അത് ശരിയാണോ? വേറെ കേരളത്തിൽ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു സിവിൽ സംസ്കാരം പാലിക്കണമെന്നേ പറഞ്ഞു. ഭക്ഷണം കൊടുക്കാം, വെളിയിൽ അവരവരുടെ റൂമെടുത്തോ അല്ലെങ്കിൽ സ്ഥലത്തോ പാചകം ചെയ്യാം, ഇവിടെ കൊണ്ട് കൊടുക്കാം. അതൊന്നും ഒരു കുഴപ്പമില്ല. അത് വേണമെന്നാ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോട് മത്സരിച്ച് വൃത്തികേട് കാണിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതൊരു പൗരന്റെ കടമയാണ്. ഞാൻ ജനപ്രതിനിധിയാണ്. അതാ ഞാൻ പറഞ്ഞു. ഇന്നലെ സാറ് നിർത്തുന്ന സ്കൂളിൽ വന്നപ്പോൾ സാറിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞു വരുത്തുന്നത് സാറിനെതിരായിട്ടുള്ള മോശമായ ആരോപണങ്ങളാണ് പറഞ്ഞു വരുത്തുന്നത്. അത്തരം ആരോപണങ്ങൾ ഈ പറഞ്ഞു വരുത്തുന്നത് സാറിനെ ഈ ഒരു മോശം ഇത് പറഞ്ഞു വരുത്തുമ്പോൾ സാർ അതിൽ ഒരു പ്രതികരണമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇല്ല, എന്ത് മോശം വരുത്താനാണോ നമ്മുടെ അത് മോശം? അവിടെ നടന്ന കുഴപ്പങ്ങളെ പറ്റി അന്വേഷിക്കാൻ വന്ന MLA തടഞ്ഞു വെച്ചു എന്നല്ലേ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പരാതി കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കൊടുക്കണം. പഞ്ചായത്ത് സെക്രട്ടറിയാണ് 9 പേരെ കൂട്ടിക്കൊണ്ടുവന്നത്. അവരാണ് കുഴപ്പമുണ്ടാക്കിയത്. 9 LDF മെമ്പർമാരെ കൂട്ടി വരേണ്ട കാര്യം പഞ്ചായത്ത് സെക്രട്ടറി. ഞാൻ അവരെയല്ലേ വിളിച്ചത്. അവരെന്തിനാ ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന്? അവരാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അത് ഞാൻ അതുകൊണ്ട് NSTD മന്ത്രിക്ക് കൊടുക്കും. അത് അന്വേഷിക്കട്ടെ. എന്നെ രമേശ് വിളിച്ചു.
ശംസുദ്ദീൻ മിനിസ്റ്റർ വിളിച്ചത്, ബിജു മിനിസ്റ്റർ വിളിച്ചത്. അതൊക്കെ അന്വേഷണം കിട്ടും. സാറിന്റെ ഓഫീസിലേക്ക് ഇന്നൊരു പ്രതിഷേധ പ്രകടനം വെച്ചിട്ടുണ്ട് CPM. രണ്ടു മാസം മുമ്പ് സ്ത്രീ ജനങ്ങളുടെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. 12 പേരുടെ കണ്ടില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? 12 പേരെ ഉള്ളായിരുന്നല്ലോ, 100 പേരില്ലായിരുന്നല്ലോ. സ്ത്രീകളാരുമല്ല, അഭിമാനമുള്ള സ്ത്രീകളാരുമല്ല. എന്നിട്ട് അവരുടെ എല്ലാവരുടെയും പേരിൽ ഇപ്പൊ FIR ഉണ്ട്. പട്ടി പൂച്ച നായ എന്ന് വിളിക്കാൻ സ്ത്രീകളെ കൊണ്ട് വിളിപ്പിക്കുക, പട്ടി പൂച്ച നായ. ഇതാണ് സംസ്കാരം. ഈ പാർട്ടിയുടെ ഈ നേതാക്കന്മാർ ഈ പാർട്ടിയെ കുഴിച്ചു മൂടുകയല്ലേ. CPM ഇനി ഉയരൂ ആലപ്പുഴയില്. CPM പൊങ്ങത്തില്ല. കാരണം CPM-കാരും അതിനകത്തില്ലിപ്പോ. CPM-ന്റെ വേഷം ധരിച്ച് നടക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഉറച്ചു പറയുകയും സാറിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ ഈ പൊതുവേദിയിലേക്ക് വെച്ചിട്ട് ഈ അഴിമതിക്കാരനെന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അത് പൊതുസമൂഹം കൂടി എതിർക്കില്ലേ? എന്നെ അഴിമതിക്കാരൻ ആരും വിളിച്ചല്ലോ പൊതുവേദി വെച്ച്. പൊതുവേദി വെച്ച് ആരും വിളിച്ചില്ല. ഇന്നലെ പരസ്യമായിട്ടാണ് സാർ നേരത്തെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ മുൻ MLA അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. വാങ്ങിയ പൈസക്കൊക്കെ സാർ കണക്ക് പറയണമെന്നാണ് അയാൾ പരസ്യം. കണക്ക് പറഞ്ഞാൽ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താകും. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ആളാണ്. ഞാനിപ്പോഴും കമ്മ്യൂണിസം ഉണ്ടായിരിക്കും, പക്ഷെ പാർട്ടി പറയല്ല. ഇലക്ഷൻ കാലത്ത് പിരിക്കുന്ന ഫണ്ട് പൊതുജനങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞാൽ എന്താ പ്രശ്നം? പിന്നെ ഒരു പൈസ ഇല്ല. അപ്പൊ അണ്ണാക്കിലോട്ട് കൈവല്ലിടുക. ഇയാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ. അയാൾക്ക് എന്തറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി? അയാൾക്ക് വ്യക്തിവൈരാഗ്യത്തിന് ഓരോന്നും വിളി. വ്യക്തിവൈരാഗ്യം അല്ല രാഷ്ട്രീയം. അത് മാർക്സ് ലെനിൻ പഠിക്കാൻ വേണ്ടി പറ. പഠിച്ചട്ടെ, വിമർശനം ഉണ്ടായി പറയട്ടെ. ഗുണം പിടിക്കില്ല. അമ്പലപ്പുഴയിൽ ആ പുല്ല് കുരുക്കാനേ പോണില്ല കേട്ടോ, ഉറപ്പ്. എന്നോട് പറയാൻ സൗകര്യപ്പെടും. എന്നോട് പറയാൻ സൗകര്യപ്പെടും. സംസ്കാര സംബന്ധമായി അല്ല, ആദ്യം നിങ്ങൾ തിരുത്ത്. ഇയാളിങ്ങനെ അവിടെ ആ ഹാരിസ് സംസാരിച്ചവിടെ ഞാൻ നിർത്താതെ സംസാരിച്ചാണ്. നിങ്ങൾ ആദ്യം തിരുത്തണം. നിങ്ങളെ ചോദ്യം ചോദിക്കാം, മറുപടി പറയും. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് വന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ എന്നോട് പ്രസംഗിക്കുന്ന പോലെ പറയാന്ന് പറഞ്ഞാൽ അതാരാ? നിങ്ങൾ നിന്ന് തരാൻ? MLA ആയതൊന്നും നിങ്ങൾ എന്നോട് ചോദിച്ചില്ല. MLA-യുടെ കാര്യമല്ല ചോദിച്ചത്. നിങ്ങൾ ഇവിടെ വന്നു നിന്നിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ക്രിമിനൽസ് പറയുന്ന കാര്യം എന്നോട് ചോദിച്ചു. അതുകൊണ്ടാണ് ഇപ്പം സംസാരിച്ചത്. അല്ലാതെ ഷാജഹാനോടല്ലേ സംസാരിക്കില്ല. നിങ്ങൾ വർഗീയവാദി ആയിരുന്നു നിങ്ങൾ. പാർട്ടി വരുന്ന വർഗീയ സംഘടനയിലായിരുന്നു, എനിക്കറിയാം. അതെങ്ങനെ പറയാൻ പറ്റും? ആ സംഘടന വർഗീയതയുള്ളതായിരുന്നു. അതുകൊണ്ട് കമ്മീഷനെ വെക്കാം. കമ്മീഷനെ വെക്കാം. അല്ല, നിങ്ങൾ വെച്ചോ. നിങ്ങൾ ഒരു കാര്യം, കൈരളി TV റിപ്പോർട്ടറെയാണ് സുധാകരൻ പ്രധാനമായും ഇങ്ങനെ പറയുന്നത്. എച്ച് സലാലുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ക്ഷുഭിതനായത്. താൻ എവിടത്തെ മാധ്യമപ്രവർത്തകനാണെന്ന് ചോദിച്ച സുധാകരൻ റിപ്പോർട്ടറെ വർഗീയവാദി എന്ന് വിളിക്കുകയായിരുന്നു. പ്രസ്തുത റിപ്പോർട്ടർ മുൻപ് ഒരു വർഗീയ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന കാര്യം തനിക്ക് അറിയാമെന്നും അദ്ദേഹം ആരോപിച്ചു. ചോദ്യം ചോദിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരുടെ മൈക്കുകൾ അദ്ദേഹം തട്ടിമാറ്റുകയും ചെയ്തു. CPM-ന്റെ വേഷം ധരിച്ചു നടക്കുന്ന പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എച്ച് സലാമിന് വിവരമുണ്ടോ? ഞാൻ കണക്ക് പറഞ്ഞാൽ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. എനിക്കിപ്പോഴും കമ്മ്യൂണിസമുണ്ട്. ഇലക്ഷൻ കാലത്ത് പിരിക്കുന്ന ഫണ്ടിന്റെ കണക്ക് പൊതുജനങ്ങളോട് പറയുമോ? അണ്ണാക്കിലേക്ക് കൈവിരലിടുകയാണ്. ഇയാളാണോ കമ്മ്യൂണിസ്റ്റ്? അയാൾക്ക് വ്യക്തിവൈരാഗ്യമാണ്. ആദ്യം മാർക്സിസം ലെനിനിസവും പഠിക്കട്ടെ. ഗുണം പിടിക്കില്ല. അമ്പലപ്പുഴയിൽ ഇനി ആ പുല്ല് കിളിർക്കാൻ പോകുന്നില്ല എന്നും സുധാകരൻ പറഞ്ഞു. 2 മാസം മുമ്പ് സ്ത്രീജനങ്ങളുടെ പ്രതിഷേധം തനിക്കെതിരെ നടന്നിരുന്നെന്നും 12 പേർ തികച്ച ഇല്ലായിരുന്ന പരിപാടിയാണെന്നും സുധാകരൻ പറഞ്ഞു. അഭിമാനമുള്ള സ്ത്രീകൾ ആരും അവിടെ വരില്ലെന്നും CPIM-ന്റെ വേഷം ധരിച്ച് നടക്കുന്ന പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് ഇപ്പോഴുള്ളതെന്നുമായിരുന്നു അമ്പലപ്പുഴ MLA-യുടെ പ്രതികരണം.